ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഞാൻ കാലത്ത് നന്നായിട്ട് വൈകിട്ടാണ് എണീറ്റത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പീരീഡ്സ് ആയിട്ട് ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പോൾ ഞാൻ എണീറ്റു, പക്ഷേ എനിക്ക് വയ്യാന്ന് തോന്നി. അപ്പോൾ ഞാൻ അവിടെ തന്നെ കിടന്നു. അപ്പോഴേക്കും അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വയ്യാണ്ട് കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, വയ്യെങ്കിൽ ഇങ്ങോട്ട് പോരെ, ഇവിടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇങ്ങോട്ട് പോരെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ചായയൊക്കെ കുടിച്ചിട്ട് ഉച്ചയ്ക്ക് ചോറിനാറാകുമ്പോഴേക്കും അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എനിക്ക് കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ വിജയശേട്ടൻ മുരിങ്ങക്കായൊക്കെ പൊട്ടിച്ചു, അത്യാവശ്യം മൂത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തുണികൾ കഴുകാനുള്ളതൊക്കെ ഞാൻ വേഗം മെഷീനിലിട്ടു. പിന്നെ വേഗം ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി. അപ്പം അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാവ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഒട്ടുപ്ലാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമ്മേ 2-3 ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ചക്ക ഞാൻ വിഷുവിന് പൊട്ടിച്ചിട്ട് കണി വയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തീരെ മൂത്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ ഇത് ഒന്ന് മൂക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നിർത്തി. പക്ഷെ മഴ പെയ്തപ്പോഴേ അതിൻ്റെ വെള്ളമൊക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ട് ആ ചക്ക കിടന്ന ഭാഗം ഒന്ന് ചെറുതായിട്ട് ചീഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ പഴുത്തട്ടാന്നാണ് വിചാരിച്ചത്. പക്ഷെ പഴുത്തട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായി മൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ വിജയശേട്ടൻ കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി, പിന്നെ ചട്നി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇഡ്ഡലിയൊക്കെ എടുത്തിട്ട് കഴിച്ചു. അതിന് മുമ്പ് ഞാനൊരു ഗുളിയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രേമല്ലു സിനിമയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടിട്ട് പതുക്കെ അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇഡ്ഡലിയൊക്കെ കഴിച്ചു. അങ്ങനെ ഇഡ്ഡലിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി വീട്ടിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ എനിക്ക് അടിച്ചു വാരണം, തുടയ്ക്കണം, പിന്നെ പാത്രങ്ങൾ കഴുകണം, പിന്നെ തിരുമ്പാനുള്ളത് മെഷീനിലിട്ട കാരണം പിന്നെ ആ പണിയില്ല. അതൊക്കെ ഒന്ന് ഒലമ്പി വിരിക്കണം. അതൊക്കെ വിജയശേട്ടൻ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ഈ വിജയശേട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ ആൾ വേഗം മുരിങ്ങക്കായൊക്കെ പൊട്ടിച്ചത് കൊണ്ടുവന്ന് അടുക്കളയിൽ അവിടെ വെച്ചു, അകത്ത് വെച്ചു. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി അതിൻ്റെ ഇടയിൽ തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ച് മൊത്തത്തിലൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പോകാനായിട്ട് നോക്കുകയാണ്. പിന്നെ ഞാൻ ഡ്രസ്സ് പോലും മാറിയില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തീരെ വയ്യാന്ന് തോന്നി ഡ്രസ്സ് മാറാനൊന്നും. അപ്പോൾ വീട്ടിൽ ചെന്ന പക്ഷേ അവിടെ കിടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണത്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയുമില്ലല്ലേ പോണത്, അത് കാരണം ഷോർട്ട് കട്ട് വഴി പോകാമല്ലോ. അപ്പോൾ പിന്നെ ഡ്രസ്സൊന്നും മാറണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്കും അച്ഛനും വാവിച്ചും കൂടിയിട്ട് അവിടെ റോക്കിക്ക് ചോറ് കൊടുക്കണ തിരക്കായിരുന്നു. അപ്പോൾ റോക്കി എന്നെ കണ്ടപ്പോഴേ കുറച്ച് നേരം നോക്കി നിന്നു. ഞാൻ അത്ര അടുത്തേക്കൊന്നും പോകാറില്ല. അപ്പോൾ ഞാൻ നേരെ അമ്മയ്ക്ക് അടുക്കളയിൽ വന്ന് നോക്കി. അപ്പോൾ അവിടെ കറികളൊക്കെ കണ്ടു. പിന്നെ അമ്മയ്ക്ക് ഞാൻ വേഗം മുരിങ്ങക്കായും ചക്കയൊക്കെ കൊടുത്തു. അമ്മയ്ക്ക് സന്തോഷമായി. ചക്ക കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അമ്മ മുളകൊക്കെ കഴുകിയിട്ട് പരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ കറി വന്നിട്ട് ഒന്നും കൂടി തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി ആയിട്ടുണ്ട്. പിന്നെ പരിപ്പും തക്കാളിയും കൂടിയിട്ട് ചാറ് കറി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ അവിടെ പോയി കിടന്നു. അപ്പോൾ തക്കാളിയും പരിപ്പൊക്കെ അമ്മ വെച്ചു. പിന്നെ പപ്പടമൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ കറിയും അച്ചാറും പിന്നെ മോരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കൂട്ടിയിട്ട് എനിക്ക് ഗുളിക കഴിച്ച കാരണം കുറച്ച് വയറുവേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വിജയശേട്ടനും കൂടി ചോറുണ്ട്. മണിക്കൂട്ടിന് ഭാവിച്ചിട്ടൊന്നും ഇപ്പോൾ വേണ്ട, അവർ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അവരെന്തോ വെള്ളയപ്പ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മെറീന വന്നിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ. ആ കുട്ടിയായിട്ട് ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കേണ്ട നേരമായപ്പോൾ അമ്മ ചായയൊക്കെ ഉണ്ടാക്കി തന്നു. നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ.